ഗുഡ് മോർണിംഗ്. ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന സെക്ഷൻ ഡെറിവേറ്റീവ്സ് ആണ്. ഏറ്റവും ബേസിക് ഐഡിയ ആണ്. നമ്മൾ ഹയർ ലെവലിൽ പോകുമ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും ബേസിക് ലെവലാണ് ഡെറിവേറ്റീവ്സിനകത്ത് ഡെറിവേറ്റീവ്സിൽ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടെങ്കിലും +1 നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ചൊരു 10-12 റിസൾട്ടുകൾ വെച്ച് മാത്രമാണ് ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് നമ്മൾ ഇടയ്ക്ക് പഠിക്കും. ഡെറിവേറ്റീവ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കും. ഡെറിവേറ്റീവിൻ്റെ സെക്ഷനിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡി ഓഫ് എക്സ് റൈസ് ടു എൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം നമ്മൾ വേറെ ക്ലാസ്സുകളിൽ പഠിച്ചു വേരിയബിൾസ് എക്സ് വൈ ഇസഡ് ഇങ്ങനെയൊക്കെയുള്ള വേരിയബിൾസ് ഡിനോട്ട് ചെയ്യുന്നതാണത്. ബാക്കി വരുന്നതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇത് എക്സ് ഒരു ഫങ്ഷൻ പവറായിട്ട് വരുന്നത് കോൺസ്റ്റൻ്റ് വരുമ്പം അതിൻ്റെ ബേസിക് റിസൾട്ടാണ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n വിത്ത് റെസ്പെക്ട് ടു എക്സ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 2. ഡെറിവേറ്റീവിൻ്റെ വേറൊരു പേരാണ് ഡിഫറൻസിയേഷൻ. എന്നിൻ്റെ പ്ലേസിൽ 2 ആണെങ്കിൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഡെറിവേറ്റീവിൻ്റെ സെക്ഷൻ വേണ്ട. 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 100 ഇൻറ്റു എക്സ് റൈസ് ടു 100 മൈനസ് 1 99. അങ്ങനെയാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എന്നിൻ്റെ റിസൾട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ഏത് പവർ വന്നാലും പവർ ഇൻറ്റു എക്സ് റൈസ് ടു പവർ മൈനസ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 1 ആയതുകൊണ്ട് എഴുതണ്ട. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 1 ഇൻറ്റു എക്സ് റൈസ് ടു 1 മൈനസ് 1 0. ഒരു വാല്യൂ റൈസ് ടു 0 1 ആണ്. 1 ഇൻറ്റു 1 ആൻസർ 1. അപ്പോൾ എക്സ് റൈസ് ടു 1ൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. എക്സ് റൈസ് ടു 1ൻ്റെ ഡെറിവേറ്റീവ് 1. എക്സ് റൈസ് ടു എന്നിൻ്റെ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഇതേപോലെ ഡെറിവേറ്റീവിനകത്ത് കോൺസ്റ്റൻ്റ് തനിയെ വന്നാൽ, ഫങ്ഷൻ അല്ലാതെ കോൺസ്റ്റൻ്റ് വന്നാൽ ഡെറിവേറ്റീവ് 0. ഫങ്ഷൻ വരാതെ കോൺസ്റ്റൻ്റ് തനിയെ വന്നാൽ ഡെറിവേറ്റീവ് 0. ഡെറിവേറ്റീവിനകത്ത് കോൺസ്റ്റൻറ്റും ഫങ്ഷനും കൂടി വന്നാൽ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻ. കോൺസ്റ്റൻ്റ് തനിയെ വരുമ്പം ഡെറിവേറ്റീവ് 0. കോൺസ്റ്റൻറ്റും ഫങ്ഷനും കൂടി വരുമ്പം കോൺസ്റ്റൻ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻ. അതുപോലെ തന്നെ ഡെറിവേറ്റീവിനകത്ത് 2 ഫങ്ഷൻ പ്ലസ്സിലാണെങ്കിൽ 2 സ്പ്ലിറ്റ് ചെയ്യാം. അത് 2 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. പ്ലസ്സിന് പകരം ഡെറിവേറ്റീവിനകത്ത് നടുക്ക് മൈനസ് ആണെങ്കിൽ പ്ലസ്സിന് പകരം മൈനസ് കൊടുത്താൽ മതി.
അതാണ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇതേപോലെ തന്നെ ഡെറിവേറ്റീവിനകത്ത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ എക്സ് വന്നാൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് വന്നാൽ മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് വന്നാൽ മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് വന്നാൽ സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സ് ഇതെല്ലാം ബേസിക് റിസൾട്ടാണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ്. സീക്ക് എക്സ് ടാൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ടാൻ എക്സ്. ഒന്നുകൂടി ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റേത് അറിയണം. കൂടാതെ ഡെറിവേറ്റീവിനകത്ത് രണ്ട് ഫംഗ്ഷൻ ഇൻറ്റു വന്നാൽ, രണ്ട് ഫംഗ്ഷൻ ഇൻറ്റു ആണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന റൂളിൻ്റെ പേരാണ് പ്രോഡക്റ്റ് റൂൾ. രണ്ട് ഫംഗ്ഷൻ ഇൻറ്റു ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന റൂളാണ് പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നിർത്തുമ്പം മറ്റേ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. മൂന്ന് ഫംഗ്ഷൻ പ്രോഡക്റ്റ് വന്നാൽ രണ്ട് ഫംഗ്ഷൻ നിർത്തണം, അടുത്തതിൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ ഫസ്റ്റും സെക്കൻഡും നിർത്തുമ്പം തേർഡിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡും തേർഡും നിർത്തുമ്പം ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഫസ്റ്റും തേർഡും നിർത്തുമ്പം സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്. ഇതാണ് പ്രോഡക്റ്റ് റൂൾ ഫോർ ത്രീ ഫങ്ഷൻസ്. അതേപോലെ തന്നെ ഡെറിവേറ്റീവിനകത്ത് ബൈ ചേർത്ത് വന്നാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള കേസാണെങ്കിൽ ഡെറിവേറ്റീവ് ചെയ്യാൻ അപ്ലൈ ചെയ്യുന്ന റൂളാണ് കോഷ്യൻ്റ് റൂള്. കോഷ്യൻ്റ് റൂള്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണെങ്കിൽ ഡെറിവേറ്റീവ് കാണുന്ന റൂളാണ് കോഷ്യൻ്റ് റൂൾ. അന്നേരം കോഷ്യൻ്റ് റൂളിൽ ഇത്രയേ ഉള്ളൂ: ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഈ റൂളിൻ്റെ പേരാണ്
quotient rule. Denominator into derivative of numerator minus numerator into derivative of denominator by denominator whole square. ഇതാണ് quotient rule. ബേസിക് ആയിട്ട് നമുക്ക് ഇത്രയും ഫോർമുലാസ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഡെറിവേറ്റീവ് പഠിക്കാൻ പറ്റൂ. എക്സ് റൈസ്ഡ് എന്നിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു. രണ്ട് ഫംഗ്ഷൻ പ്ലസ് വരുന്നത്, മൈനസ് വരുന്നത്, ഇൻറ്റു വരുന്നത്, ബൈ വരുന്നത്, കോൺസ്റ്റൻറ്റ് തനിയെ വന്നാലുള്ള ഡെറിവേറ്റീവ്, പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഇതെല്ലാം ബേസിക് ഐഡിയ ആണ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഏറ്റവും ബേസിക് കണ്ടീഷനാണ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. d by dx of 2x minus 3 by 4. Find the derivative 2x minus 3 by 4. നടുക്ക് മൈനസോ പ്ലസോ ആണെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. d by dx of 2x minus d by dx of 3 by 4. d by dx derivative of 2x minus derivative of 3 by 4. 2xൽ 2 കോൺസ്റ്റൻറ്റ്, x ഫങ്ഷൻ. അപ്പം 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻ മൈനസ് കോൺസ്റ്റൻറ്റ് തനിയെ വന്നാൽ ഡെറിവേറ്റീവ് 0. 3 by 4 തനിയെ കോൺസ്റ്റൻറ്റ് വന്നാൽ ഡെറിവേറ്റീവ് 0. അപ്പം 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ആൻസർ 2. 2 മൈനസ് 0 2 ആയി. അപ്പം 2 ഇൻറ്റു 1 ആൻസർ 2. ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിഫറൻസിയേഷൻ്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് 5x cube. Find the derivative 5x cube plus 3x minus 1 into find the derivative 5x cube plus 3x minus 1 into x minus 1. Derivative കാണാൻ d by dx of derivative. അതിൽ ഓരോന്നും ബ്രാക്കറ്റ് മാറ്റി ഓപ്പൺ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ചെയ്യാം. രണ്ട് ഫംഗ്ഷൻ ഇൻറ്റു ആകുമ്പം പ്രോഡക്റ്റ് റൂൾ ചെയ്യാം, അല്ലെ ബ്രാക്കറ്റ് മാറ്റി ഓപ്പൺ ചെയ്യാം. d by dx of 5x cube into x. 5x cube into x 5x raised to 4. 5x cube into minus 1 minus 5x cube. 3x കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 3x സ്ക്വയർ മൈനസ് 3x മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് 1. ഒന്നുകൂടി നോക്കാം. d by dx of 5x raised to 4 minus 5x cube plus 3x square minus 3x minus 1x minus 4x plus 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒറ്റ പോളിനോമിയൽ ആക്കിയിട്ട് ഓരോ ടേമിനകത്തോട്ട് ഡെറിവേറ്റീവ് കണക്ട് ചെയ്ത് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് d by dx of 5x raised to 4. 5 ഒരു കോൺസ്റ്റൻറ്റ്. d by dx of x raised to 4. മൈനസ് 5 ഒരു കോൺസ്റ്റൻറ്റ്. d by dx of x raised to 3. പ്ലസ്
3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 2 മൈനസ് 4 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ഒരു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0. ഓരോ ടേം അകത്തോട്ട് കൊടുത്തു, കോൺസ്റ്റൻറ്റ് വെളിയിൽ കൊടുത്തിട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പം 5 ഇൻറ്റു എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് ആണ് 4x റൈസ് ടു 3. എക്സ് റൈസ് ടു എൻ എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x റൈസ് ടു 3 മൈനസ് 5 ഇൻറ്റു എക്സ് റൈസ് ടു 3യുടെ ഡെറിവേറ്റീവ് 3x റൈസ് ടു 2. എക്സ് റൈസ് ടു 3യുടെ ഡെറിവേറ്റീവ് 3x റൈസ് ടു 2 പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. 20x ക്യൂബ് മൈനസ് 15x സ്ക്വയർ പ്ലസ് 6x മൈനസ് 4. അതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ഓരോ ടേമും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റ പോളിനോമിയലാക്കിയിട്ട് ഓരോ ടേമിന് സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പം കോൺസ്റ്റൻറ്റ് വെളിയിൽ കൊടുത്തിട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണണം. അങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്ത് എഴുതി അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു 3യുടെ എക്സ് റൈസ് ടു 2 അങ്ങനെ ഡെറിവേറ്റീവിടെ കണ്ടെഴുതണം. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ ആയതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു 5 ഇൻറ്റു 3 മൈനസ് എക്സ് റൈസ് ടു മൈനസ് 9. എക്സ് റൈസ് ടു 5 ഇൻറ്റു 3 മൈനസ് 6 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 9. 6 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 9. ആ എക്സ് റൈസ് ടു 5 ബ്രാക്കറ്റിനകത്തോട്ട് കൊടുക്കുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 3 എക്സ് റൈസ് ടു 5 മൈനസ് 6 എക്സ് റൈസ് ടു 5 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 9. ബേസ് സെയിം ആയതുകൊണ്ട് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 3x റൈസ് ടു 5 മൈനസ് 6x റൈസ് ടു ബേസ് സെയിം ആയതുകൊണ്ട് പവർ ആഡ് ചെയ്യാം. 5 മൈനസ് 9 മൈനസ് 4. പ്ലസ്സോ മൈനസോ വന്നാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് 3x റൈസ് ടു 5 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 5 മൈനസ് 6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് 4 മൈനസ് 6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് 4. 3 ഇൻറ്റു എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5x റൈസ് ടു 4. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 5 5x റൈസ് ടു 4 മൈനസ് 6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് 4 n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 മൈനസ് 4 മൈനസ് 1 മൈനസ് 5. അപ്പോൾ 15x റൈസ് ടു 4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 24 എക്സ് റൈസ് ടു മൈനസ് n ആണ് 1/x റൈസ് ടു n 1/x റൈസ് ടു n എക്സ് റൈസ് ടു മൈനസ് 5 1/x റൈസ് ടു 5. സിംപ്ലിഫിക്കേഷൻ ഇവിടെ വരെ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. മൈനസും മൈനസും പ്ലസ് 24 എക്സ് റൈസ് ടു മൈനസ് 5 1/x റൈസ് ടു 5. ഇങ്ങനെ ബ്രാക്കറ്റിനകത്തോട്ട് ഓപ്പൺ ചെയ്ത് ബേസ് സെയിം ആയിട്ടുള്ളത് ഒരുമിച്ച് നിർത്തി
ഒറ്റ ബേസ് എഴുതി പവർ ആഡ് ചെയ്ത് അറേഞ്ച് ചെയ്തെടുത്തു. 24 × 1/x⁵. ഇങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ അല്ലെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പറയാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് x⁻⁻4 into find the derivative x⁻⁻4 into 3 - 4 x⁻⁻5. x⁻⁻4 into 3 - 4 x⁻⁻5. ഒരു അകത്തോട്ട് x⁻⁻4 കൊടുക്കുമ്പോൾ 3x⁻⁻4 -4 x⁻⁻4 into x⁻⁻5. x⁻⁻4 -5 -9. ബേസ് സെയിം ആയതുകൊണ്ട് പവർ തമ്മിൽ ആഡ് ചെയ്യാം. രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ആദ്യത്തെ ഗ്രൂപ്പിലെ 3 കോൺസ്റ്റൻറ്റ് ഇൻറ്റു d/dx ഓഫ് x⁻⁻4 -4 ഇൻറ്റു d/dx ഓഫ് x⁻⁻9. ഇങ്ങനെ അതിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പം ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷനും അതിൻ്റെ കുറച്ച് റൂൾസും കുറച്ച് പ്രോബ്ലംസും നിങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സുകളെല്ലാം പ്രോബ്ലംസ് എല്ലാം ചെയ്തു പഠിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.